ഹലോ ഫ്രണ്ട്സ്, ഇന്നേ 2 കുക്കുംബറും പിന്നെ തൈരും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ വേനൽക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണേ. എന്നാലേ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓള് തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. ഇതുണ്ടാക്കാനേ ഞാനിവിടെ ഒരു 1.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം ആദ്യം തന്നെ. ഇപ്പോൾ ദാണ്ട് അതിൻ്റെ കട്ടകളൊക്കെ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാവേ. ഇനി ദാണ്ട 2 കുക്കുംബർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാവേ. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞാണ് ഇതുപോലെ അരിഞ്ഞ് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് നമ്മളിവിടെ അരിഞ്ഞ് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ കുക്കുംബർ ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ട് അതൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയൊക്കെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിന് 2 പച്ചമുളകും കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മല്ലിയിലയും കൂടെ ഒക്കെ ചേർത്ത് ഇത് ഉണ്ടാക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവറും ആണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. അതാണ് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനധികം തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. അപ്പോൾ ആദ്യം ഒരു ചട്ടി ഒന്ന് എടുത്ത് വെക്കണം. അതിലേക്ക് നമ്മുടെ മിക്സ് ആക്കി വെച്ചേക്കുന്നത് നമ്മുടെ തൈരുണ്ടല്ലോ, കട്ടകളൊക്കെ ഉടച്ച് വെച്ചേക്കുന്നത്, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ മിക്സിയിൽ അടിച്ചു വെച്ചേക്കുന്ന നമ്മുടെ ഒരു അരപ്പുണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു ടേസ്റ്റും നല്ലൊരു കുളിർമയുമാണ് കേട്ടോ. നമ്മുടെ വയറിനൊക്കെ തണുക്കാൻ നല്ലൊരു ഐറ്റമാണ്. ഈ ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണേ. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പാകം അനുസരിച്ച് ചേർക്കാവേ. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ പണി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ താളിപ്പും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. വളരെ എളുപ്പം കഴിഞ്ഞില്ലേ. ഒരുപാട് ഫ്ലെയിം ഒന്നും കത്തിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു താളിപ്പും കൂടെ ഒന്ന് റെഡിയാക്കണം. അതിനെ ഒരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു 2 വറ്റൽമുളക് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2ആയിട്ടൊന്ന് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ താളിപ്പിനായിട്ട് ഒന്നും തന്നെ എടുക്കുന്നില്ല. ഇത്രയും ഒന്ന് ചേർത്തിട്ട് ഇനി ചൂടോടെ തന്നെ നമ്മുടെ ആ കറിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് മാത്രം ഉണ്ടെങ്കിലും ചോറ് കഴിക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു കറിയാണ്. ഈ താളിപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴാട്ടോ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുന്നത്. ഇനി ഇതങ്ങോട്ട് ചോറിനോട് ഒഴിച്ചുകൊണ്ട് കഴിച്ചാൽ മതി. പിന്നെ സൈഡിലൊരു ചെറിയ മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ തന്നേക്കണേ.